അപ്പോൾ നമ്മൾ ഡേ ബുക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. ഇതാണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആഹ്, ഒരു ഡേ ബുക്കിന്റെ ഒരു ഫോർമാറ്റ്. ഇത് നമ്മൾ ഇമെയിൽ വഴി നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ. ഈ ഒരു ഫോർമാറ്റ് റെക്കോർഡ് നിങ്ങൾക്ക് ഇമെയിൽ വഴി അയച്ചു തരും. ഇതൊരു ഗൂഗിൾ ഷീറ്റ് ആണ്. ഈ ഷീറ്റിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ആ സെയിം ടൈമിൽ തന്നെ റിയൽ ടൈം ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് ഇതിന്റെ ഒരു കോപ്പി കിട്ടും. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണേൽ ഞങ്ങൾക്ക് കറക്ഷൻ തരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ടീച്ചേഴ്സിന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളിത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ഇതാണ് ഇന്ന് നിങ്ങൾ സങ്കല്പിക്കേണ്ട ഒരു കാര്യം. ഇത് നിങ്ങൾ ജോലിക്ക് കയറിയ ഒരു സ്ഥാപനത്തിലെ ഒരു ദിവസം നടന്ന ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡേ ബുക്കിലേക്ക് കണ്ടല്ലോ, ഓപ്പണിംഗ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ബൈ ക്യാഷ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സെയിൽസ് ടാക്സ്, രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തു, ക്യാഷ് സെയിൽ കിട്ടി, ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക്. അപ്പൊ ഇങ്ങനെയുള്ള പല പല ട്രാൻസാക്ഷൻസ് ആണ് ഇന്ന് നടന്നത്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഡേ ബുക്ക് ഫോർമാറ്റിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ ബുക്ക് ഫോർമാറ്റ്. ഇത് നമ്മൾ ആലോചിച്ചോണം, ഇതൊരു ഡേ ബുക്കുമാണ്, അറ്റ് ദ സെയിം ടൈം ഇതൊരു ക്യാഷ് ബുക്കും കൂടെയാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എല്ലാം കാണാനും സാധിക്കും. അലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ വ്യൂ ദ ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്. ഓക്കെ. അപ്പൊ അതും ഇതിന്റെ പാർട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതിലൊരു ഡേറ്റ് കോളം ഉണ്ട്, ഇതിലൊരു പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, ഇതിൽ റെസിപ്റ്റും പേയ്മെന്റ് കോളം ഉണ്ട്. അപ്പൊ റെസിപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? റെസിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്യാഷിനെയാണ് നമ്മൾ റെസിപ്റ്റ് എന്ന് വിളിക്കുക. നമ്മൾ നമ്മുടെ ക്യാഷിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പേയ്മെന്റ് എന്നുമാണ് വിളിക്കുക കേട്ടോ. നമുക്ക് ക്യാഷ് കിട്ടുന്ന ട്രാൻസാക്ഷനുകളുടെ എമൗണ്ടുകൾ ഇവിടെ ആയിരിക്കും എഴുതുക. ക്യാഷ് കൊടുക്കുന്ന ട്രാൻസാക്ഷനുകളുടെ എമൗണ്ട് ഈ പേയ്മെന്റ് കോളത്തിലായിരിക്കും നമ്മൾ എഴുതുക. ഓക്കെ. നമുക്ക് ഇതെങ്ങനെയാ എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനുകളുടെ ഒരു ഡേറ്റയാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കി ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. അപ്പൊ എന്തായിരിക്കും ഈ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്? ഇത് ഓൾറെഡി വർക്ക് ചെയ്തിട്ടേക്കുന്ന ഒരു ഷീറ്റാണ്. ഞാനിത് കോപ്പി ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുവാണ്. നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ കിട്ടുള്ളൂ കേട്ടോ. ഈ ഷീറ്റും നിങ്ങൾക്ക് വർക്ക് ഷീറ്റുമാണ് നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ ജോലിക്ക് വന്നപ്പോ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ജോലിക്ക് വന്നപ്പോൾ നമ്മളെ ഏൽപ്പിച്ച പൈസ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയറിലുള്ള പൈസ, അത് 18,230 രൂപയാണ്. അത് എവിടെയായിരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത്? റെസിപ്റ്റിൽ തന്നെയാണ്. കാരണം നമ്മൾ അതൊരിക്കലും പേയ്മെന്റ് ഇന്ന് കിട്ടിയ ക്യാഷാണ്. അപ്പൊ നമ്മളത് ആ എമൗണ്ട് റെസിപ്റ്റിൽ എഴുതും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ പർച്ചേസ്ഡ് ബൈ ക്യാഷ്, അടുത്ത ട്രാൻസാക്ഷൻ ആണ്. അപ്പം മെറ്റീരിയൽ പർച്ചേസ്ഡ് ക്യാഷ്, അതായത് സാധനങ്ങൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു. ഈ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ ഞാൻ ഒരെണ്ണം ഇടുന്നത്, നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ഇടാവുന്നതാണ്. മെറ്റീരിയൽ പർച്ചേസ്ഡ് ബൈ ക്യാഷ് എത്രയാണ്? 5,740 രൂപ. ഇത് നമ്മളിവിടെ 5,740 രൂപ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചു? 430 രൂപ കൊടുത്തു കേട്ടോ. ഞാനിവിടെ പർട്ടിക്കുലേഴ്സിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഞാനിവിടെ പെയിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വാങ്ങിക്കാനായിട്ട് 430 രൂപ ചെലവഴിച്ചു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവല്ലേ ചെയ്തത്. അപ്പൊ നമ്മളത് പേയ്മെന്റിൽ എഴുതുന്നു. അതിനുശേഷം നടന്ന ട്രാൻസാക്ഷൻ സെയിൽസ് ടാക്സ് രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തു 1,500. അപ്പം സെയിൽസ് ടാക്സ് 1,500 കേട്ടോ. അപ്പം സെയിൽസ് ടാക്സ് രജിസ്ട്രേഷൻ ഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്ത്. അപ്പൊ അത് ഒബ്വിയസ്ലി അത് പേയ്മെന്റ് ആണ്. ഇനി വരുന്നത് ക്യാഷ് സെയിൽ. ക്യാഷ് സെയിൽ എന്ന് വെച്ചാൽ എന്താ? ക്യാഷ് വിറ്റു എന്നാണോ? അല്ല. ഈ അക്കൗണ്ടിങ്ങിൽ സെയിൽ നടത്തി ക്യാഷ് മേടിച്ച് സെയിൽ നടത്താറുണ്ട്, നമ്മൾ കടമായിട്ടും സെയിൽ നടത്താറുണ്ട്. അപ്പം ഈ കടമായിട്ട് നടത്തുന്നതിനെ ക്രെഡിറ്റ് സെയിൽ എന്ന് വിളിക്കും, ക്യാഷ് മേടിച്ച് സെയിൽ നടത്തുന്നതിനെ ക്യാഷ് സെയിൽ എന്ന് വിളിക്കും. ഇത് ക്യാഷ് സെയിലാണ്. ക്യാഷ് കിട്ടി. എത്രയാ? 43,700 രൂപ. അപ്പൊ നമ്മളത് എവിടെയായിരിക്കും വരുന്നത്? റെസീപ്റ്റിലാണ് കേട്ടോ. 43,700 രൂപ. ഇങ്ങനെ ഇന്ന് കിട്ടിയ റെസീപ്റ്റ്സ് എല്ലാം നമ്മൾ ഈ സൈഡിലേക്ക് എഴുതും.
അതുപോലെ ഇന്ന് കിട്ടിയ പേയ്മെന്റുകളെല്ലാം നമ്മൾ ഈ സൈഡിലേക്ക് എഴുതും. എന്നിട്ട് ഈ ഒരു ദിവസം അവസാനിക്കുന്നു. ഈ ദിവസം അവസാനിക്കുന്നു വെച്ചാൽ ഇത്രയും ട്രാൻസാക്ഷൻസ് ഇതിപ്പോ അടുത്ത ദിവസമായേ. ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു ദിവസം നടന്നത്. അപ്പം നമ്മൾ ഇത്രയും ട്രാൻസാക്ഷൻസ് എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ടോട്ടൽ റെസിപ്റ്റും ടോട്ടൽ പേയ്മെന്റും എഴുതി. ഇത് ടോട്ടൽ റെസിപ്റ്റ്സ് ഇങ്ങോട്ട് എഴുതുക. ഇവിടെ ടോട്ടൽ പേയ്മെന്റും എഴുതുക. എന്നിട്ട് ടോട്ടൽ റെസിപ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100 രൂപയാണ്. ടോട്ടൽ പേയ്മെന്റ് ഒരു 80 രൂപയാണെങ്കിൽ മിച്ചം എത്ര രൂപ ക്യാഷ് ഉണ്ടായിരിക്കും? 100 മൈനസ് 80 20 രൂപയല്ലേ? അത് തന്നെ ഇവിടെ സംഭവിക്കുക. അപ്പൊ ടോട്ടൽ റെസിപ്റ്റും ടോട്ടൽ പേയ്മെന്റിന്റെയും ഡിഫറൻസ് കിട്ടണ തുകയായിരിക്കണം ശരിക്കും നിങ്ങൾ ഡ്രോയറിൽ എണ്ണുമ്പോൾ കിട്ടുന്ന ക്യാഷ്. അതായത് ആക്ച്വലി എണ്ണുമ്പോൾ കിട്ടുന്ന ക്യാഷ് തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെ എഴുതി ഉണ്ടാക്കി കിട്ടുന്ന ക്യാഷ്. അതായത് നമ്മുടെ എഴുതി കഴിയുമ്പോൾ ടോട്ടൽ റെസിപ്റ്റും ടോട്ടൽ പേയ്മെന്റിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് തന്നെ ആയിരിക്കണം ആക്ച്വലി എണ്ണുമ്പോൾ കിട്ടുന്ന ക്യാഷ്. ഓക്കെ, നമ്മുടെ അപ്പൊ ഇവിടെ എത്രയാണ് റിയൽ ക്യാഷ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ക്യാഷ് 33,260 രൂപ, 33,260 ഈ ഫിഗർ തന്നെ ആയിരിക്കണം നിങ്ങൾ റെസിപ്റ്റ്സും പേയ്മെന്റിന്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ, അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി വരുക. ഇപ്പം നമ്മൾ ഇവിടം വരെ എഴുതി, സെയിൽസ് ടാക്സ്, രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തു, ക്യാഷ് സെയിൽ, ഇതൊക്കെ എഴുതി. അതിനുശേഷം ഒരു ട്രാൻസാക്ഷൻ കണ്ടതുകൊണ്ട് റൂം റെന്റ് പെയ്ഡ് ആസ് അഡ്വാൻസ് ബൈ ചെക്ക്. അതായത് റൂമിന്റെ വാടക ചെക്കായിട്ട് കൊടുത്തു. അപ്പൊ ഞാനത് ഇവിടെ എഴുതുവാണേ. ഞാൻ അത് റൂമിന്റെ വാടക ചെക്കായിട്ട് കൊടുത്തു. അപ്പം 12,000 രൂപയാണ്. ആ ഫിഗർ ഞാൻ ഇവിടെ എഴുതി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചെക്ക് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് കൊടുത്തേക്കണ പൈസയാണ്. അപ്പൊ ബാങ്കിൽ നിന്ന് കൊടുത്തേക്കണ പൈസ പേയ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഈ 12,000 രൂപ ഇവിടെ തന്നെ എഴുതിയാല് ഈ ടോട്ടൽ റെസിപ്റ്റും ടോട്ടൽ പേയ്മെന്റ്, ഇത് നമ്മുടെ നമ്മുടെ പെട്ടിക്കകത്തുനിന്ന് പോയ പൈസ അല്ല കേട്ടോ, ഇത് ബാങ്കിൽ നിന്ന് പോയ പൈസയാന്ന് ഓർത്തോണേ. ഒന്ന് പ്രത്യേകം മനസ്സിൽ വെച്ചോണം. എന്നിട്ട് നമ്മൾ ടോട്ടൽ റെസിപ്റ്റും ടോട്ടൽ പേയ്മെന്റും കൂടെ കൂട്ടിയിട്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുക ആയിരിക്കുമോ ആക്ച്വൽ ക്യാഷ് ബാലൻസ്? അല്ല. കാരണം ഈ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ കൂടെ കയറിയിട്ട് ഇവിടെ മിക്സ് ആയിപ്പോയി. പക്ഷെ ഇത് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മൾ എഴുതുന്ന ഡേ ബുക്കാ. ഡേ ബുക്കിന്റെ അർത്ഥം തന്നെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എല്ലാം എഴുതണം. പക്ഷെ ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ ഒരു സൈഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡേ ബുക്കിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ക്യാഷ് ബുക്കും കൂടെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡിന്റെ ബാലൻസ് കറക്റ്റ് കിട്ടത്തില്ല. പക്ഷെ ഡേ ബുക്ക് ആണ് കറക്റ്റ് ആണ്, കാരണം ഡേ ടു ഡേ ഇടപാടുകളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ക്യാഷ് ഇൻ ഹാൻഡിന്റെ ബാലൻസ് കറക്റ്റ് കിട്ടത്തില്ല. കാരണം ഈ 12,000 രൂപ കയറി അതിനകത്ത് മിക്സ് ആയി. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, അതായത് ഈ ക്യാഷ് ഇൻ ഹാൻഡിനെ അഫക്റ്റ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് വരുമ്പോൾ, ക്യാഷ് ഇൻ ഹാൻഡിനെ അഫക്റ്റ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് വരുമ്പോൾ നിങ്ങൾ അത് എന്താ പറയാ, ക്യാഷ് ഇൻ ഹാൻഡിനെ അഫക്റ്റ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് വരുമ്പോൾ നിങ്ങൾ അത് രണ്ട് സൈഡിലും എഴുതണം. ഇവിടെയും കൂടെ ആ എമൗണ്ട് അങ്ങ് എഴുതിയാൽ നോക്കിക്കേ, ഇവിടെയും കൂടെ ആ എമൗണ്ട് അങ്ങ് എഴുതിയാൽ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് കൂട്ടുമ്പോൾ ഇത് രണ്ടും കൂടെ 0 ആയി പൊക്കോളും. ക്യാഷ് ഇൻ ഹാൻഡിന്റെ ബാലൻസ് കറക്റ്റ് നമുക്ക് വേർതിരിച്ച് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഗുണം. അപ്പം ഈ നിങ്ങൾ ഇങ്ങനെ ഈ ഓരോ ട്രാൻസാക്ഷൻസും നിങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവണം, ഇത് ക്യാഷ് ഇൻ ഹാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നതാണോ. ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ നിങ്ങൾ രണ്ട് സൈഡിൽ, ഉദാഹരണം പറഞ്ഞതുണ്ട്, ക്രെഡിറ്റ് സെയിൽ ടു സദേൺ ഇന്റീരിയേഴ്സ്. അതായത് ക്രെഡിറ്റ് സെയിൽ എന്ന് വെച്ചാൽ എന്താണ്? കടമായിട്ട് നമ്മൾ ഒരു സ്ഥാപനത്തിന് വിറ്റു, 55,000 രൂപയാണ്. അപ്പൊ ഞാനത് ഇങ്ങോട്ട് എഴുതുക, കടമായിട്ട് വിറ്റു, കടമാണേ, ക്യാഷ് കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇത് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ എഴുതി കഴിഞ്ഞാലും ഈ സിമിലർ പ്രശ്നം വരില്ലേ? അപ്പം അതും നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് സൈഡിലും എഴുതി വിടണം. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡേ ബുക്ക് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് കറക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത് കുറെ സാമ്പിൾസ് കാണിച്ചു തന്നാണ്. പക്ഷെ നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ ഈ എമൗണ്ടുകൾ തെറ്റിക്കാതെ പ്രോപ്പർ ആയിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ ഫസ്റ്റ് ഡേ ആണെങ്കിൽ ഇവിടം വരെ ഷോപ്പ് റിനോവേഷൻ എക്സ്പെൻസ് പെയ്ഡ് എന്ന് പറഞ്ഞ പേയ്മെന്റ് വരെ നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതിയതിനു ശേഷം ടോട്ടൽ റെസിപ്റ്റ്സ് ഇവിടെ റെക്കോർഡ് ചെയ്യുക, ടോട്ടൽ പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ഈ അത് കൂട്ടി ഡിഫറൻസ് കിട്ടുമ്പം ഈ 33,260 രൂപ തന്നെയാണോ വന്നേക്കുന്നത് നോക്കുക. ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ അല്ലെങ്കിൽ ഒന്നും കൂടെ നോക്കുക. ഞാൻ ഈ പറഞ്ഞ രീതി ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും.
ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഡേ ബുക്ക് വിത്ത് ക്യാഷ് ബുക്ക് നമ്മൾ ചെയ്യുക. ഓക്കെ. അപ്പൊ പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡേ ബുക്ക് പ്രിപ്പയർ അല്ലെങ്കിൽ ഇതിന്റെ ബാലൻസ് എഴുതുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഫസ്റ്റ് ഡേ ആണ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ചെയ്യുമ്പോൾ ടോട്ടൽ ഈ എമൗണ്ട് ആയിരിക്കും വരിക. ഓക്കെ. ഇത് ടോട്ടൽ റെസിപ്റ്റ് ആണ്. ഇത് ടോട്ടൽ പേയ്മെന്റ് ആണ്. അപ്പം ഇവിടെ ടോട്ടൽ എഴുതാനുള്ള കോളംസ് ആണിത്. അതാണ് ഈ കാണുന്ന ടോട്ടൽ എഴുതാനുള്ള കോളംസ്. ഇനി ഇവിടെ കണ്ടോ ക്ലോസിംഗ് ബാലൻസ് ഇപ്പൊ ആദ്യം സ്കിപ്പ് ചെയ്യാം. ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞ കോളം കണ്ടോ? ഇവിടെ ഈ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100 രൂപയാണ് കിട്ടുന്നതെന്ന് കൂട്ടിക്കോളൂ. ഇവിടെ ഒരു 80 രൂപയാണ് നമ്മുടെ പേയ്മെന്റ് എങ്കിലും ഈ ഗ്രാൻഡ് ടോട്ടൽ ഇതിലെ കൂടിയ വാല്യൂ ആയിരിക്കണം രണ്ട് സൈഡിലെയും ഗ്രാൻഡ് ടോട്ടൽ. ഇപ്പൊ ഈ 100ലെ 80നേക്കാളും കൂടിയ വാല്യൂ 100 അല്ലേ? അപ്പൊ ഈ 100 തന്നെ നമ്മൾ രണ്ട് സൈഡിലും ഗ്രാൻഡ് ടോട്ടൽ ആയിട്ട് വരും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഡിഫറൻസ് എടുക്കുക. 100 മൈനസ് 100 0. അപ്പൊ അവിടെ ഒന്നും വേണ്ട. ഇവിടെ 100 മൈനസ് 80 ഈക്വൽ ടു 20 രൂപയായിരിക്കും നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസ് ഇതിന്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ തത്വത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് മിച്ചമുള്ള ക്യാഷ് കണ്ടെത്തുക എന്നുള്ളത്. റെസിപ്റ്റ് മൈനസ് പേയ്മെന്റ് ആണ് വരിക. പക്ഷെ ഇതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. നമ്മൾ ടോട്ടൽ റെസിപ്റ്റ്സ് ഇവിടെ എഴുതുന്നു, ടോട്ടൽ പേയ്മെന്റ് എഴുതുന്നു. ഇതിൽ കൂടിയ വാല്യൂ മിക്കപ്പോഴും റെസിപ്റ്റ്സ് തന്നെയായിരിക്കും കൂടിയ വാല്യൂ. അപ്പോൾ അത് തന്നെ ആയിരിക്കണം ഗ്രാൻഡ് ടോട്ടൽ രണ്ടിടത്തും വരിക. എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അതിന്റെ മിഡിലായിട്ട് നമ്മൾ എഴുതുക. കണ്ടോ? എമൗണ്ട് കണ്ടോ? 1,53,000 ഇത് റെസിപ്റ്റ്സ് ആണ്, ഇത് പേയ്മെന്റ് ആണ്. അത് തന്നെ രണ്ടിടത്തും എഴുതുന്നു. ഇത് രണ്ടും കൂടെ കുറച്ചൊന്നും കിട്ടത്തില്ലല്ലോ. അതിന് പകരം ഇത് കുറയ്ക്കുമ്പോൾ അതിന്റെ 33,260 രൂപ കിട്ടുന്നു. അത് തന്നെയാണ് നമ്മുടെ 33,260. അത് തന്നെയാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ. ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് നെക്സ്റ്റ് ഡേയിലെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വരുവാണെങ്കിൽ ഈ ഈ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എടുത്തിട്ട് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്തെഴുതും. ഓക്കെ. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. എന്നിട്ട് ആ ദിവസങ്ങളിൽ ഓരോ ദിവസവും നടന്ന ട്രാൻസാക്ഷന് താഴെ എഴുതും. റെസിപ്റ്റിന്റെ സൈഡിലും പേയ്മെന്റ് സൈഡിലും. എന്നിട്ട് ആ ദിവസം ഈ പറഞ്ഞ പോലെ നമ്മളൊരു ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്തും. അത് അടുത്ത ദിവസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നു. എന്നിട്ട് ആ ദിവസങ്ങളിലെ പേയ്മെന്റുകളും റെസിപ്റ്റുകളും താഴെ എഴുതും. ആ ദിവസവും ഒരു ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. അത് അടുത്ത ദിവസം ഓപ്പണിംഗ് ആയിട്ട് വരും. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഡേ ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ഈ തരുന്ന ഷീറ്റിലെ ട്രാൻസാക്ഷൻസുകളെല്ലാം 1 by 1 നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഡേ ബുക്കിന്റെ കൂടത്തിൽ തന്നെ നമുക്ക് ക്യാഷ് ബുക്കും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അയച്ചു കിട്ടിയിട്ടുള്ള ഷീറ്റിൽ നിങ്ങൾ ഇത് വർക്ക് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു.